ഓരോ ദിവസവും കിടക്കയിൽ നിന്നും ചാടിയാണ് നിങ്ങൾ എഴുന്നേറ്റിരുന്നത്. ജീവിതം ആ സമയത്ത് നിങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും വല്ലാത്തൊരു കൗതുകം നിങ്ങൾക്കുണ്ടായിരുന്നു. ലോകത്തെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ശക്തമായ ഉൾപ്രേരണ നിങ്ങൾക്കപ്പോൾ ഉണ്ടായിരുന്നു. ഒരു നിമിഷം പോലും നിങ്ങൾ വിശ്രമിച്ചിരുന്നില്ല. ജീവിതം നിങ്ങൾക്കൊരു പ്ലേ ഗ്രൗണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥായി ഭാവം നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷമായിരുന്നു. സങ്കടവും ദേഷ്യവുമെല്ലാം താൽക്കാലികമായ വികാരങ്ങൾ മാത്രമായിരുന്നു. നിമിഷ നേരങ്ങളിൽ അവ നിങ്ങളെ വിട്ടുപോകുമായിരുന്നു. ഉറങ്ങുവാനായി അമ്മ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ സമ്മതിക്കുകയില്ലായിരുന്നു. കാരണം ഈ അത്ഭുത ലോകത്തിന്റെ ലഹരി നിങ്ങളെ അത്രയധികം ആകർഷിച്ചിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ കാലം? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മധുരകരമായ കാലം. എങ്ങനെയായിരിക്കും ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നും ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിയത്? എന്തുകൊണ്ടാണ് എത്തിയത്? വീഡിയോ പോസ് ചെയ്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ. പ്രായം കൂടിയപ്പോൾ ഉത്തരവാദിത്തവും കൂടി. അന്നത്തെ ചുറ്റുപാടല്ല ഇപ്പോൾ. അന്ന് വീട്ടുകാരാണ് എല്ലാം നോക്കിയിരുന്നത്. ഇന്നങ്ങനെയല്ല. ഇത്തരം ന്യായീകരണങ്ങളാണോ നിങ്ങളുടെ ഉള്ളിലിപ്പോൾ വരുന്നത്? പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, അന്നത്തെ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ സമയത്ത് പ്രതികരിക്കുക? അതായത് ആ മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? എനിക്കിതൊന്നും പറ്റില്ല എന്ന് സ്വയം ആലോചിക്കുമോ? അതോ ആ മൈൻഡ് സെറ്റിന്റെ ആവേശത്തിൽ അതെല്ലാം ഏറ്റെടുത്ത് ത്രില്ലോടെ ചെയ്യുമോ? നിങ്ങൾക്കുത്തരം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നിങ്ങളോടുള്ള എന്റെ പ്രധാന ചോദ്യം ഇതാണ്: നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു പോകുമോ? നമ്മുടെ തലച്ചോറിന്റെ ഒരു വിചിത്ര പ്രത്യേകതയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഞാൻ പലതവണയായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ഞാനൊന്ന് വിശദീകരിക്കാം. ഇത് രാജുവാണ്. രാജുവിന്റെ തലച്ചോറ് ഒരു കാടാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ കാട്ടിൽ രാജുവിന്റെ ഓരോ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഈ വഴികളായി തെളിഞ്ഞിരിക്കുന്നത്. രാജു ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കാഴ്ചപ്പാടുകളാണ് ഈ തെളിച്ചമുള്ള വഴികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ കാണുവാൻ രാജുവിന്റെ തലച്ചോറിന് എളുപ്പമാണ്. കാരണം അവിടെ പ്രത്യേകിച്ച് പുല്ലോ കല്ലോ ഒന്നും തന്നെയില്ല. എന്നാൽ ഈ കാണുന്ന ഒരു കാഴ്ചപ്പാട് രാജു വളരെ കുറച്ച് മാത്രം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ വഴി കണ്ടാൽ തന്നെ അറിയാം, ആ കാഴ്ചപ്പാടിൽ എത്തുക അത്ര എളുപ്പമല്ല രാജുവിന്റെ തലച്ചോറിന്. അപ്പോ എന്തു ചെയ്യാൻ പറ്റും രാജുവിന്? താൻ ഇങ്ങനെയാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ തള്ളി നീക്കണോ? രാജു നിരന്തരമായി കൂടുതൽ സമയം ഈ ഒരു കാഴ്ചപ്പാട് തന്നിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ കാലക്രമേണ രാജുവിന്റെ കാഴ്ചപ്പാട് അതായി മാറും. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാം. അതുവരെ നന്നായി വിശ്വസിച്ചിരുന്ന ഒരു കാഴ്ചപ്പാട് ഒരു നിമിഷം മുതൽ വിശ്വസിക്കാതിരുന്നാൽ പിന്നീടത് ചിന്തിക്കുക പോലും അസാധ്യമായി മാറും. ചുരുക്കി പറഞ്ഞാൽ രാജുവിന് എങ്ങനെ വേണമെങ്കിലും രാജുവിന്റെ തലച്ചോറിനെ മാറ്റിയെടുക്കാം. രാജുവിന്റെ തലച്ചോറിന്റെ ഈ പ്രത്യേകതയെ ശാസ്ത്രലോകം വിളിക്കുന്ന പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. രാജുവിന്റെ ആ തലച്ചോറിന്റെ അതേ സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ തലച്ചോറിനുമുള്ളത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾക്ക് മാറ്റാം. ഏതൊരു മൈൻഡ് സെറ്റിലേക്കും നിങ്ങൾക്ക് തലച്ചോർ മാറ്റിയെടുക്കാം. അപ്പോ ഞാൻ മുൻപ് ചോദിച്ച ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കുകയാണ്: നിങ്ങളുടെ ആ ചൈൽഡ്ഹുഡ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ? പക്ഷേ അതിനു മുൻപ്, അങ്ങനെ പോകുവാൻ നിങ്ങൾക്ക് പൂർണ്ണമായ ആഗ്രഹമുണ്ടോ? ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഇതിന്റെ ഫലം ഇരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിലാണ്. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ തീവ്രതയിലാണ്. ആഗ്രഹം തീവ്രമാകണമെങ്കിൽ നിങ്ങളിൽ വിശ്വാസം വരണം. അപ്പോ അതിന്റെ ഭാഗമായി നിങ്ങളുടെ മനസ്സിന്റെ മറ്റൊരു തലം നാം ഇപ്പോൾ കാണുവാൻ പോകുകയാണ്. ഇനി ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ കാണേണ്ടത് ഒറ്റയ്ക്കാണ്. എന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായുള്ള അനുഭവം നിങ്ങൾക്ക് ലഭിക്കൂ. ബഹളങ്ങളോ മറ്റ് ഡിസ്റ്റർബൻസുകളോ ഇല്ലാത്ത ഒരു സ്ഥലം ഇതിനായി നിങ്ങൾ തിരഞ്ഞെടുക്കണം. ശേഷം സ്വസ്ഥമായി നിങ്ങൾ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക.
കിടക്കുകയായിരിക്കും ഉചിതം. അപ്പോ ഇനി കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ മനസ്സിന്റെ മായാലോകത്തേക്ക് ഒന്നു പോകാം. നിങ്ങളുടെ കൈകാലുകൾ പരസ്പരം മുട്ടാതെ നോക്കുക. ഇനി തലയനക്കാതെ നിങ്ങൾ മുകളിലേക്ക് നോക്കുക. നിങ്ങളുടെ പുരികനിലെ ഒരു പോയിന്റിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. കൃഷ്ണമണി അനങ്ങാതെ ആ ഒരു പോയിന്റിൽ മാത്രം തീവ്രമായി നോക്കുക. ഇനി ദീർഘമായി ശ്വാസമെടുക്കുക. ദീർഘമായി വളരെയധികം സാവധാനത്തിൽ ശ്വാസം വിടുക. ഒരു തവണ കൂടി ശ്വാസമെടുക്കുക. ഓരോ തവണ നിങ്ങളുടെ കണ്ണ് ചിമ്മുമ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. ഒരു തവണ കൂടി ദീർഘശ്വാസം എടുക്കുക. കണ്ണുകൾ ശക്തമായി ആ പോയിന്റിൽ തന്നെ നോക്കിയിരിക്കുക. ശ്വാസം സാവധാനത്തിൽ വിടുക. ശ്വാസം വിടുമ്പോൾ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. കൃഷ്ണമണിയെ ഇനി നിങ്ങൾക്ക് ഫ്രീ ആയി വിടാം. നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഴത്തിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറായി കിടക്കുകയാണ്. അതിനായി നിങ്ങളുടെ ശരീരം മുഴുവൻ സ്വതന്ത്രമാക്കി വിടുവാൻ നാം പോവുകയാണ്. നിങ്ങളുടെ 2 കാൽപാദങ്ങളിലേക്കും നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അവ രണ്ടും ഡീപ്പായി റിലാക്സ് ആവുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് കാലിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്താണ്. 2 കാലിൻ്റെയും ആ ഭാഗം റിലാക്സ് ആകുവാൻ തുടങ്ങുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇനി നിങ്ങളുടെ കാലിലെ മുട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അവയും പൂർണ്ണമായി റിലാക്സ് ആവുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ തുടയിലെ മസിലുകളും പൂർണ്ണമായും അയയുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. അങ്ങനെ നിങ്ങളുടെ 2 കാലുകൾ മുഴുവനായും റിലാക്സ്ഡ് ആയിരിക്കുകയാണ്. കാലുകളിൽ ശരീരം സ്റ്റോർ ചെയ്ത ടെൻഷനുകൾ കാലിൻ്റെ വിരലുകളിലൂടെ പുറത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കൊണ്ടുവരികയാണ്. പൂർണ്ണമായും വയറ് റിലാക്സ് ആവുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ ശ്രദ്ധ വയറിൽ നിന്നും മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണിപ്പോൾ. ആ ഭാഗവും വിശ്രമിക്കാൻ തുടങ്ങുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ തോളുകൾ ഇത്രയധികം റിലാക്സ്ഡായി നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ 2 കൈകൾ വിശ്രമിക്കാൻ തുടങ്ങുകയാണ്. കൈകളിലെ ഓരോ വിരലുകളും മുട്ടുകളും റിലാക്സ് ആകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ ചുണ്ടുകൾ വളരെയധികം റിലാക്സ് ആകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ കവിളുകൾ റിലാക്സ് ആകുന്നത് ആദ്യമായാണ് അനുഭവിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ റിലാക്സ് ആവുകയാണ്. നിങ്ങളുടെ പുരികങ്ങൾ ഇത്രയധികം അയയുന്നത് ആദ്യമായാണ്. നിങ്ങളുടെ നെറ്റിയും അയയുകയാണ്. നിങ്ങളുടെ ചെവികൾ പൂർണ്ണമായും റിലാക്സ് ആവുകയാണ്. നിങ്ങളുടെ തല മുഴുവനായും ഇപ്പോൾ അയയുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ഡീപ്പ് റിലാക്സ്ഡായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും ആഴത്തിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ലോകം എൻ്റെ ഈ ശബ്ദം മാത്രമാണ്. ഓരോ തവണയും ഞാൻ വാക്കുകൾ പറയുമ്പോഴും കൂടുതൽ റിലാക്സ്ഡ് ആവുകയാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തെന്ന രീതിയിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതിമനോഹരമായ വലിയ ഒരു പൂന്തോട്ടത്തിലാണ്. കണ്ണെത്താ ദൂരത്തോളം അത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. നിരവധി പൂക്കൾ അവിടെ വിടർന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റും ആ പൂക്കളുള്ള ചെടികളാണ്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആ പൂന്തോട്ടം നിങ്ങളുടെ കുട്ടിക്കാലത്തെ മനസ്സാണ്. അവിടെ വിടർന്ന് നിൽക്കുന്ന പൂക്കൾ നിങ്ങളുടെ മനോഹരമായ ഓർമ്മകളാണ്. വാടി നിൽക്കുന്ന പൂക്കൾ നിങ്ങളുടെ മോശം ഓർമ്മകളാണ്.
നിങ്ങളിപ്പോൾ നോക്കാൻ പോകുന്നത് വിടർന്നു നിൽക്കുന്ന ആ പൂക്കളിലേക്കാണ്. അതിലെ ഏറ്റവും മനോഹരമായ ഒരു പൂവിലേക്ക് നിങ്ങൾ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. നിങ്ങൾ ആ പൂവിലേക്ക് നോക്കും തോറും ആ പൂവിൻ്റെ അകത്തേക്ക് നിങ്ങൾ പോവുകയാണ്. ആ ഓർമ്മയിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ആ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മയാണത്. നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു ഓർമ്മയാണത്. ആ ഓർമ്മയിലേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ആ ഓർമ്മയിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചനുഭവിച്ച ഓർമ്മയാണത്. ആ ദിവസം നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് നിരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ നെറുകയിലെത്തിയ അനുഭൂതിയായിരുന്നു നിങ്ങൾക്കപ്പോൾ. നിങ്ങളുടെ മുഖത്തു നിന്നും അന്ന് ചിരിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാ കാര്യം ആലോചിക്കുമ്പോഴും നിങ്ങൾക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അന്നുണ്ടായ അതേ സന്തോഷം തന്നെ നിങ്ങൾക്കിപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ആ ഓർമ്മയിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇനി നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് എത്തുകയാണ്. പതിയെ പതിയെ നിങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കാൻ പോകുന്നത് വാടി നിൽക്കുന്ന ചില പൂക്കളിലേക്കാണ്. നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ വാടി നിൽക്കുന്ന കുറച്ച് പൂക്കളാണുള്ളത്. അതിലൊരു പൂവിലേക്ക് നിങ്ങൾ നോക്കാൻ തുടങ്ങുകയാണ്. വളരെയധികം വാടിയാണ് ആ പൂവ് നിൽക്കുന്നത്. നിങ്ങൾ അതിലേക്ക് സൂക്ഷ്മമായി നോക്കുകയാണ്. നോക്കുംതോറും അതിനകത്തേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങൾക്ക് കുട്ടിക്കാലത്തുണ്ടായ ഒരു മോശം ഓർമ്മയാണത്. നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ച ഒരു ഓർമ്മയാണത്. ആ ഓർമ്മയിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ഒരൊറ്റ സംഭവമാണത്. നിങ്ങളെ വളരെയധികം തളർത്തിയ ഒരു സംഭവമാണത്. ആ സംഭവം നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളോടുള്ള സ്നേഹത്തെ വലിയ തോതിൽ തന്നെ താഴേക്ക് വലിച്ചിട്ടുണ്ടാകാം. നിങ്ങൾക്ക് വ്യക്തമായി ആ സംഭവങ്ങൾ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായി ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടാവുകയാണ്. ആ സംഭവത്തിനിടയായ കാരണം നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണത് സംഭവിച്ചതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞ ആ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ആദ്യമായാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ആ സംഭവത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെ നിങ്ങളിലിപ്പോൾ മാറിയിരിക്കുകയാണ്. ഒന്നുകൂടി ആ സംഭവം നിങ്ങൾ കാണുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ സംഭവത്തെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഇനി പതിയെ നിങ്ങൾ നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് മടങ്ങാൻ തയ്യാറാവുകയാണ്. പതിയെ പതിയെ ആ പൂന്തോട്ടത്തിലേക്ക് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നു. ആ വാടിയ ചെടിയെ നിങ്ങൾ ഒന്നുകൂടി നോക്കുന്നു. ആ വാടിയ ചെടി ഇപ്പോൾ പതിയെ പതിയെ വിടർന്നു വരികയാണ്. അതിന് നിറം വയ്ക്കുന്നത് അത്ഭുതത്തോടെ നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. അതിപ്പോൾ മനോഹരമായ ഒരു പൂവായി മാറുകയാണ്. അത് പൂവായി മാറിയപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം കൂടി വരുന്നത് നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. വല്ലാത്തൊരാശ്വാസം നിങ്ങളിൽ എത്തിയത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. വല്ലാത്തൊരാശ്വാസം നിങ്ങളിൽ എത്തിയത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ പൂന്തോട്ടത്തിലെ ആ വിടർന്ന മനോഹരമായ പൂക്കൾ നോക്കി നിൽക്കുകയാണ്. എത്ര മനോഹരമായ ഓർമ്മകളാണ് നിങ്ങൾക്കുള്ളത്. അതിൽ വളരെ കുറച്ച് മാത്രമാണ് വാടി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ വാടി നിൽക്കുന്ന പൂക്കളെ വിടർത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്നും ആ പൂക്കളെ വിടർത്താൻ പോവുകയാണ്. കാരണം ഈ പൂന്തോട്ടം നിങ്ങളുടേതാണ്. ഈ വാടി നിൽക്കുന്ന പൂക്കൾക്ക് നിങ്ങളുടെ മനസ്സെന്ന അത്ഭുതത്തെ ബാധിക്കുവാനുള്ള ഒരു മൂല്യവുമില്ല. അതിനേക്കാളെല്ലാം എത്രയോ മുകളിലാണ് നിങ്ങളുടെ മനസ്സുള്ളത്. എത്ര അത്ഭുതകരമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ. എത്ര മനോഹരമായ ശരീരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര രസകരമായാണ് ആ ശരീരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതും നിങ്ങളെ ഒന്നും അറിയിക്കാതെ. എത്ര അത്ഭുതകരമാണ് ആ കണ്ണുകൾ വെച്ച് നിങ്ങൾക്ക് ഈ ലോകത്തെ കാണാൻ കഴിയുന്നത്. എത്ര അത്ഭുതകരമായാണ് ആ നാവ് കാരണം നിങ്ങൾക്ക് രുചി അറിയാൻ കഴിയുന്നത്. എൻ്റെ ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ ചെവികൾ യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമല്ലേ? മാത്രവുമല്ല, നിങ്ങളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്ന കാലുകൾ, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന കൈകൾ, നിങ്ങളുടെ ചിന്തകളെ പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുവാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കുന്ന നിങ്ങളുടെ എല്ലാ അവയവങ്ങളും. അങ്ങനെ പറഞ്ഞാൽ
തീരാത്ത ഒരു അത്ഭുതമല്ലേ നിങ്ങൾ? ഇതിനെല്ലാം പുറമേ നിങ്ങൾക്ക് സുന്ദരമായി ജീവിക്കാൻ കഴിയുന്ന വീടും, നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കുടുംബവും കൂട്ടുകാരും, പിന്നെ ബന്ധുമിത്രാദികളും, 3 നേരവും നിങ്ങൾക്ക് വിശപ്പടക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്, ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം ലഭിക്കുന്നുണ്ട്, ശ്വസിക്കാൻ ശുദ്ധവായു നിങ്ങളുടെ ചുറ്റുമുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളൊരു അത്ഭുതമല്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക എന്നത് അത്യധികം നിങ്ങളിൽ ആവേശം പകരുന്ന ഒരു കാര്യമല്ലേ? നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടി നിങ്ങളുടെ പേര് അലറി വിളിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കേൾക്കാം. ആവേശം കൊണ്ട് നിങ്ങളുടെ മനസ്സ് ആടി തിമരുകയാണ് നിങ്ങളുടെ ഉള്ളിൽ. തല മുതൽ പാദം വരെ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ആവേശം നിങ്ങളുടെ ശരീരത്തിൽ അലയടിക്കുകയാണ്. ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സ്ഥായി ഭാവം എക്സ്ട്രീം ഹാപ്പിനെസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തലച്ചോർ എൻ്റെ വാക്കുകളെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സാവധാനം ശാന്തമായി നിങ്ങളുടെ പൂർണ്ണമായ അവബോധത്തിലേക്ക് മടങ്ങാം. ഞാൻ 3 എണ്ണുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ തുറക്കാം. 1, 2, 3. ഈ ഒരു ഓഡിയോ ദിവസവും 2 തവണ നിങ്ങൾ കേൾക്കണം. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപും രാവിലെ എഴുന്നേറ്റ് ആദ്യമായും. ഏകദേശം ഒരു 20 ദിവസം നിങ്ങളിത് കേൾക്കണം. 20 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചെറുതായി ഒന്ന് പറയാം. വീഡിയോയുടെ ആദ്യം കണ്ട ന്യൂറോപ്ലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ മൈൻഡിലെ ഓരോ ചിന്തകളും ഓരോ വിശ്വാസങ്ങളും തലച്ചോറിൽ ഓരോ ന്യൂറൽ പാത്വേകളാണ്. ജീവിതം പാടാണ്. പ്രാരാബ്ധം കൂടിയപ്പോൾ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. ജീവിതം ആസ്വദിക്കാൻ പണം വേണം. ഇതെല്ലാം ഈ പാത്വേകളാണ്. ഈ ഓഡിയോ റിപ്പീറ്റഡായി നിങ്ങൾ കേൾക്കുമ്പോൾ ആ പാത്വേകളിൽ ഒരു മാറ്റമുണ്ടാകുവാൻ തുടങ്ങും. ഹിപ്നോസിസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിശദീകരിച്ചൊരു വീഡിയോ ഞങ്ങൾ തീർച്ചയായും ഭാവിയിൽ ചെയ്യുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാകാം. എന്തിനാണ് സിനിമാജിക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ചെയ്താൽ പോരെ? അതിന് പ്രധാന കാരണം ഞങ്ങൾക്ക് ഈയിടെ വന്ന ഒരു മെയിലാണ്. ഒറ്റ നോട്ടത്തിൽ ആ മെയിൽ സന്തോഷമുണ്ടാക്കിയെങ്കിലും പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹൃദയം തകർക്കുന്നതായിരുന്നു അത്. ഞങ്ങൾ എന്തിനാണോ സിനിമാജിക് സൃഷ്ടിച്ചത് അതിന് നേരെ എതിരായി ആയിരുന്നു ആ വന്ന സന്ദേശം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാതെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തകരുന്നത് ഞങ്ങൾ തന്നെയാണ്. കാരണം അതായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആയിരുന്നില്ല സിനിമാജിക് സൃഷ്ടിച്ചത്. നിങ്ങളുടെ മനോഹരമായ ജീവിതത്തിലെ മനോഹരമായ ഒരു അധ്യായമാവുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി നിങ്ങളുടെ ജീവിതം മനോഹരമല്ലെങ്കിൽ അത് മനോഹരമാക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ എങ്ങനെ എന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളായിക്കോട്ടെ, ഏത് പ്രശ്നങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നിങ്ങളുടെ മൈൻഡ് തന്നെയാണ്, നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. പക്ഷേ ഇതത്ര എളുപ്പമാണോ? എത്ര സമയമെടുക്കും? തീർച്ചയായും നിങ്ങളെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മൈൻഡ് സെറ്റിലേക്ക് തിരിച്ചെത്തിക്കുവാൻ നിരവധി കാര്യങ്ങൾ നിങ്ങളിൽ മാറ്റാനുണ്ട്. പക്ഷേ അതിനെപ്പറ്റി നിങ്ങൾ കാടുകയറി ചിന്തിക്കണ്ട. അത് ഞങ്ങളുടെ ജോലിയല്ലേ. നിങ്ങൾ ഈ ചാനലിൽ എത്തിപ്പെട്ടതും ഈ വീഡിയോയിൽ എത്തിപ്പെട്ടതും എല്ലാം ഇതിനുവേണ്ടിയാണെങ്കിലോ? പ്രപഞ്ചം നമ്മളെ കണക്ട് ചെയ്യിപ്പിച്ചതുപോലും ഈയൊരു കാരണത്തിനാണെങ്കിലോ? അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തയ്യാറാവുക എന്നത് മാത്രമാണ്. അപ്പോ അതിനാദ്യ പടിയെന്ന നിലയ്ക്ക് നിങ്ങളൊരു കാര്യം ചെയ്യണം. ജീവിതത്തിൽ ഇതുവരെ യൂട്യൂബിൽ കമന്റ് ചെയ്യാത്തവർ ഇന്ന് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം. അതെ, നിങ്ങൾ തന്നെ. ഞാൻ എന്തിനാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കണക്ട് ചെയ്യാത്ത പുതിയ ഒരു ന്യൂറോൺ പാത്വേ ആണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോ ഇത് നിങ്ങളുടെ മാറ്റത്തിന് നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്ന ആദ്യത്തെ സിഗ്നലാണ്. മാത്രവുമല്ല,
നിങ്ങൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതെന്തിനാണ് ചെയ്തതെന്ന് ഡീപ്പായി നിങ്ങളുടെ മൈൻഡ് ഓർത്തുവെക്കും. മാറ്റത്തിനുള്ള നിങ്ങളുടെ ആഗ്രഹം സബ് കോൺഷ്യസ് തലത്തിൽ എത്തുകയും ചെയ്യുന്നു. ഇനി കമന്റ് ചെയ്തിട്ടുള്ളവർ പുതുതായി എന്തെങ്കിലും ചെയ്യുക. എത്ര ചെറിയ കാര്യമായാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കണം അത് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ ഒരു അധ്യായം ഇവിടെ തുടങ്ങട്ടെ.